കോട്ടയം വൈക്കം ഉദയനാപുരത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. രോഗബാധ കണ്ടെത്തിയ 16-ാം വാർഡിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഈ പ്രദേശം രോഗബാധിത മേഖലയായും 10 കിലോമീറ്റർ ചുറ്റളവ് നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് സ്വീകരിക്കുന്ന ജാഗ്രതാ നടപടികൾ? അഖിൽ. റിജിത്ത് ആര്യ, ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും അതിന് 1 കിലോമീറ്റർ ചുറ്റുള്ള എല്ലാ പക്ഷികളെയും നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുറമെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന വൈക്കം നഗരസഭ, ചെമ്പ്, മറവൻതുരുത്ത്, ടി.വി.പുരം, തലയാഴം, കല്ലറ, തലോലപ്പറമ്പ്, കടുത്തുരുത്തി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തുമൃഗങ്ങൾ ഇവിടെ മുട്ടയും ഇറച്ചിയും ഉപയോഗിക്കുന്നതിന് ഒരു വിലക്ക് എന്നപോലെ 3 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അതായത് ഉപയോഗവും വിൽപ്പനയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും, അതായത് 10 കിലോമീറ്റർ വരുന്ന ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുപോകുന്നതിനുള്ള ഒരു നിരോധനം, 3 ദിവസത്തെ നിരോധനം കൂടി ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഒരു 3 മാസത്തേക്ക് ഈ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി എന്നിവ നിരീക്ഷിച്ച മേഖലയിലേക്ക് പുറത്തേക്കോ അവിടെ നിന്നും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നിയന്ത്രണത്തിനെ കൂടി 3 മാസത്തേക്കുള്ള നിരോധനം കൂടി ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന ഉത്തരവുകളിലോ അല്ലെങ്കിൽ പറഞ്ഞ നിർദ്ദേശങ്ങളിലോ പുറത്തു വരുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഇപ്പോൾ ഈ ഉദയനാപുരത്തെ 16-ാം വാർഡിലാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയുണ്ടാവുക. അതിനുശേഷം അടിയന്തരമായിട്ടുള്ള യോഗമാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന്. അതിനാണ് ഇപ്പോൾ ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ആര്യ റീച്ച്. ശരി, അഖിൽ കെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.